ഹലോ, ഈ പെരുമഴയത്ത് നമ്മൾ എങ്ങോട്ടാ പോകുന്നേനോ? അല്ലൂസിന്റെ ചേട്ടനെ അങ്കവാടി ചേർക്കാൻ പോവാണ്. അവൻ ആദ്യമായിട്ടാണ് ഇന്ന് അങ്കവാടി പോകുന്നത്. നമ്മുടെ ചേട്ടന്റെ കൊച്ചാണ്, ദീക്ഷിത് എന്നാണ് പേര്. അപ്പൊ അവന്റെ ആദ്യത്തെ അങ്കവാടി ദിവസമാണ് ഇന്നത്തെ വിശേഷം. അച്ഛൻ വണ്ടി ഓടിക്കട്ടെ. മഴ നോക്ക് അച്ഛൻ, മഴ നോക്ക്. ഇന്നത്തെ പോലെ അലൂസ് ഇന്നും നല്ല ഹാപ്പിയാണ് കേട്ടോ. യാത്ര പോകുന്നതിന്റെ ത്രില്ലിലൊക്കെയാണ് ആളിരിക്കുന്നത്. പുറത്തെ മഴയൊക്കെ കണ്ട് കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ശക്തമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഫ്രണ്ടിലുള്ള വണ്ടിയെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു മട്ടിലായിരുന്നു പോക്ക്. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന്റെ വിശേഷങ്ങളിലൂടെ നമ്മൾ കടക്കാൻ പോവാണ്. നമ്മുടെ ദീക്ഷിത് കുട്ടനെ, നമ്മുടെ കാശിക്കുട്ടനെ നമ്മൾ കണ്ടുപിടിച്ചു. എവിടെ പോവാ? ചേട്ടനും അനിയത്തിയും കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന്റെ സന്തോഷാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കാര്യമാണ്. ആദ്യം കാണുമ്പോ നല്ല സ്നേഹമായിരിക്കും, കുറച്ച് കഴിയുമ്പോ രണ്ടുപേരുടെയും കുസൃതി പുറത്തെടുക്കും. അങ്ങനെ നമ്മുടെ ദീക്ഷിത് കുട്ടൻ അങ്കവാടിയിൽ ചേർന്നു. കൂടെ അല്ലൂസും പോയിരിക്കുന്നു. വെറുതെ പോയിരിക്കുന്നതാ. ദീക്ഷിത്തിന് ആദ്യമായിട്ട് നഴ്സറി പോകുന്നതിന്റെ പരിങ്ങലോ പരിഭവോ ഒന്നുമില്ല കേട്ടോ. അവൻ ഭയങ്കര ത്രില്ലിലാണ്. അല്ലൂസാണ് പിന്നെയും ഒന്ന് പതുങ്ങിയിരിക്കുന്നത്. കുട്ടികളെല്ലാം പുതിയ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയ ത്രില്ലിലാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ. പണ്ടൊക്കെ കുട്ടികൾ നഴ്സറിയിലൊക്കെ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരിക്കും. ഇപ്പൊ അവര് പറയുന്നുണ്ട് കുറച്ചു ദിവസം അവര് ഇണങ്ങുന്നത് വരെ നമ്മളും കൂടെ പോയി ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സമയമുള്ളവർക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റും 1-2 ദിവസം. അതിനുശേഷം പിന്നെ കുട്ടികൾ ഓക്കെ ആവൂലോ, നമ്മളിപ്പോ വരാന്നൊക്കെ പറഞ്ഞ് പോയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ പുതിയ കുട്ടികളും പഴയ കുട്ടികളൊക്കെ ഒരുമിച്ചാട്ടോ ഇരിക്കണേ. പക്ഷെ കണ്ടാ പറയില്ല ഏതാ പുതിയ കുട്ടികൾ ഏതാ പഴയ കുട്ടികളെന്ന്. കാരണം എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് നല്ല അഡ്ജസ്റ്റ് ആയിട്ട് നല്ല ഇണങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. പണ്ടൊക്കെ 2 വയസ്സായെങ്കിലും നമ്മൾ അങ്കവാടിയിലൊക്കെ കൊണ്ടുപോയി ചേർക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നിയമം കർക്കശായി 3 വയസ്സ് കറക്റ്റ് ആയാൽ മാത്രമാണ് അങ്കവാടി ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ അല്ലൂസിനെ ചേർത്തേനെ. കാരണം എല്ലാവരുമായിട്ടൊന്ന് ഇണങ്ങാനും പരിചയപ്പെടാനും ഒക്കെ നല്ലതല്ലേ. കുട്ടികളൊന്ന് കുറച്ചുകൂടി ഒന്ന് സോഷ്യൽ ആകും. പക്ഷെ അവൾക്കിപ്പോ 2 തികഞ്ഞതല്ലേ ഉള്ളൂ. കഴിഞ്ഞ മാസം ആയതേ ഉള്ളൂ, 2 പൂർത്തിയായതേ ഉള്ളൂ. ആ അംഗൻവാടി ടീച്ചർ ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലൂസിനെ കൊണ്ടുപോയി ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നാണോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇവിടെയുള്ള ആളല്ല, കുറച്ച് ദൂരെയുള്ള ആളാണ്. നമ്മള് ദീക്ഷിതിന്റെ ചിറ്റയും ചാച്ചനും അനിയത്തിയും ഒക്കെയാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. ചേട്ടനോട് പോയി കളിച്ചോ.
പോണ്ടേ? നമുക്ക് പോകാം. അംഗൻവാടിയിലെ ഭക്ഷണ രീതിയെല്ലാം മൊത്തത്തിൽ മാറി കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഇന്ന് കൊടുത്തേക്കുന്നത് മുട്ട ബിരിയാണി എന്ന് പറയുന്നതാണ്. അപ്പോൾ മുട്ട പുഴുങ്ങിയതും പിന്നെ കുറച്ച് നെയ്ച്ചോറും, അപ്പോൾ ആ രീതിയിൽ. അപ്പോൾ അല്ലൂസ് മുട്ട മാത്രം എടുത്ത് 1 മണിക്കൂറായി മുട്ട മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി കുട്ടികളൊക്കെ നെയ്ച്ചോറൊക്കെ കഴിക്കുന്നുണ്ട് അത്യാവശ്യം. അപ്പോൾ അവൾ മുട്ട മാത്രം കഴിച്ചിട്ട് പിന്നെ എണീറ്റ് അങ്ങ് പോയി. പിന്നെ ഞാൻ വാരി കൊടുക്കേണ്ട വന്നു, അതുകൊണ്ട് വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ അംഗൻവാടി ഒരു യുദ്ധക്കളമാക്കി മാറ്റി കുട്ടികളെല്ലാം പോകാൻ തുടങ്ങുകയാണ്. നമുക്ക് പോകേണ്ട കുറച്ച് ധൃതി ഉള്ളതുകൊണ്ട് നമ്മൾ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ ദേഷ്യതും അവരും അങ്ങ് പോവാന്ന് വെച്ചു. പിന്നെ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവരെയും കൂട്ടി നമ്മൾ പോവാണ്. അല്ലോച്ചനാണെങ്കിൽ ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്.
ചേട്ടായിക്ക് അവിടെ അങ്ങ് പിടിച്ചു പോയിട്ടോ, വരാൻ യാതൊരു താല്പര്യമില്ല. പക്ഷെ അനിയത്തിക്ക് നല്ല ഉറക്കം വരുന്നോണ്ട് പോകാന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരെ നമ്മൾ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. അമ്മയ്ക്ക് അറിയില്ല. ചേച്ചിമ്മ പോയി. ഹലോ ചേച്ചിമ്മ 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 എന്തിയെ? ചാല പോട്ടെ, നമുക്ക് പിന്നെ വരാം. ചേച്ചിമ്മ പോയി, കാശിക്കുട്ടനും പോയി. നമുക്ക് പിന്നെ വരാം. അമ്മാമ്മയോ? അമ്മാമ്മയൊന്നും ഇല്ല അവിടെ. അമ്മാമ്മയൊക്കെ പോയി. അമ്മ എവിടെയെന്നോ? അച്ഛമ്മ ഇവിടെ ഇല്ല. അച്ഛമ്മ വീട്ടിൽ നടക്കാൻ പോയി. ചുമ്മാ പറയണയാണോ? ഇത് എന്റെ കിറിയിലൊക്കെ നിറച്ച്. ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റ് അമ്മ എടുക്കാൻ മറന്നു പോയി. പൊന്ന ബിസ്ക്കറ്റ് എടുക്കാൻ അമ്മ മറന്നു പോയി. സാരില്ലാന്ന് കളിയും ചിരിയും കഴിഞ്ഞ് നമ്മുടെ അല്ലുമോൾ അങ്ങ് കിടന്നുറങ്ങി. വീട്ടിലേക്ക് എത്തിച്ചേരാൻ ഇനിയും കുറച്ചുകൂടി ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടികളുടെ വീഡിയോസൊക്കെ പിന്നീട് നമുക്കാണെങ്കിലും എടുത്ത് കാണാമല്ലോ. അതൊക്കെ ഉദ്ദേശം കൂടി ചേർത്താണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.